അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻഹാജുത് ത്വാലിബീൻ, കിതാബുൽ ഫറാഇദ്. വഅഫ്തൽ മുതഅഖിറൂന ഇദാ ലം യൻതളിം അംറു ബൈത്തിൽ മാലി ബിർറദ്ദി അലാ അഹ്ലിൽ ഫർളി ഗൈരി സൗജൈനി മാ ഫളല അൻ ഫുറൂളിഹിം ബിന്നിസ്ബത്തി. കഴിഞ്ഞ സബക്കിൽ ഈ ഭാഗം വിശദീകരിച്ചിരുന്നു. ഇനി ബിൻ നിസ്ബത്തി എന്നതിൻ്റെ ഷറഹ് നിഹായത്തുൽ മുഹ്താജിൽ നിന്ന് വായിക്കാം. ഐ അതായത് നിസ്ബത്തി സിഹാമി മൻ ഒരുത്തരുടെ ഓഹരികളുടെ തോതനുസരിച്ച് യുറദ്ദു മടക്കി നൽകപ്പെടും ബാക്കിയുള്ളത് മടക്കി നൽകപ്പെടും അലൈഹിം അവർക്ക്. അലൈഹിം എന്നതിലെ ലമീർ മടങ്ങുന്നത് മൻ എന്ന മൗസൂലിലേക്കാണ്. ഐ അതായത് നിസ്ബത്തി സിഹാമി കുല്ലി വാഹിദിൻ ഓരോരുത്തരുടെയും ഓഹരികളുടെ തോതനുസരിച്ച് മിമ്മൻ ഒരുത്തരിൽ നിന്ന് യുറദ്ദു അത് മടക്കി നൽകപ്പെടും ബാക്കിയുള്ള സ്വത്ത് മടക്കി നൽകപ്പെടും രണ്ടാമത് നൽകപ്പെടും അലൈഹി അയാളുടെ മേൽ ഇലാ മജ്മൂഇ സിഹാമിഹി വ സിഹാമി റഫഖതിഹി അയാളുടെയും അയാളുടെ റഫഖത്തിൻ്റെയും ഓഹരികൾ കൂടിയതിലേക്ക് ചേർക്കൽ കൊണ്ട്. ഇനി ഉദാഹരണം പറയുകയാണ്. ഫഫി ബിൻതിൻ വ ഉമ്മിൻ വ സൗജിൻ അപ്പോൾ മകൾ ഉമ്മ ഭർത്താവ് എന്നിവരിൽ ഒരു സ്ത്രീയാണ് മരിച്ചത്. ആ സ്ത്രീക്ക് അനന്തരാവകാശികളായി ഒരു മകൾ, ഉമ്മ, ഭർത്താവ് എന്നിവരാണ് ഉള്ളത്. മകൾക്ക് പകുതി കൊടുക്കണം, ഉമ്മക്ക് 1/6 കൊടുക്കണം, ഭർത്താവിന് 4/1 കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യബ്ഖ ബഅദ ഇഖ്റാജി ഫുറൂളിഹിം അവരുടെ നിശ്ചിത ഓഹരികൾ പുറപ്പെടുവിച്ചതിനു ശേഷം, അതായത് അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയാകും സഹുമുൻ ഒരു ഓഹരി. മിനിസ്നൈ അഷറ 12 നിന്ന് മകൾ, ഉമ്മ, ഭർത്താവ് എന്നിവരാണ് അനന്തരാവകാശികൾ. ആകെ സ്വത്ത് 12 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക.
അസുലു മസ്അല 12 നിങ്ങൾക്ക് മനക്കണക്ക് കൂട്ടാൻ എളുപ്പത്തിനാണ് 12 ലക്ഷം രൂപ എന്ന ഉദാഹരണം എടുത്തത്. എന്നാൽ വേഗം കൂട്ടാൻ പറ്റുമല്ലോ. അസുലുൽ മസ്അല 12. അനന്തര സ്വത്ത് 12 ലക്ഷം രൂപയാണ്. മകൾക്ക് പകുതി കൊടുത്തു, അതായത് 6 ലക്ഷം രൂപ കൊടുത്തു. ഉമ്മക്ക് 1/6 കൊടുത്തു, അതായത് 2 ലക്ഷം രൂപ കൊടുത്തു. മകൾക്കും ഉമ്മക്കും കൂടി കൊടുത്തത് കൂട്ടിയാൽ 8 ലക്ഷം രൂപയാണ്. 8 ഓഹരിയാണ് കൊടുത്തു കഴിഞ്ഞത്. പിന്നെ ഭർത്താവിന് 4/1 കൊടുത്തു, അതായത് 3 ലക്ഷം രൂപ. അനന്തര സ്വത്തായ 12 ലക്ഷം രൂപയിൽ നിന്ന് 11 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. ഇനി 1 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ യബ്ഖാ ബാക്കിയാകും ബഅദ ഇഖ്റാജി ഫുറൂദിഹിം, അവരുടെ നിശ്ചിത ഓഹരികൾ പുറപ്പെടുവിച്ചതിന് ശേഷം സഹുമുൻ, ഒരു ഓഹരി ബാക്കിയാവും. 12 ഓഹരികളാണുള്ളത്, ഒരു ഓഹരി ബാക്കിയായി. കണക്ക് കൂട്ടാൻ സൗകര്യത്തിന് നമ്മൾ 12 ലക്ഷം എന്ന ഉദാഹരണം എടുത്തു. 12 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷം കൊടുത്തു കഴിഞ്ഞു, 1 ലക്ഷം ബാക്കിയുണ്ട്, ഒരു ഓഹരി ബാക്കിയുണ്ട്. സഹുമുൻ, ഒരു ഓഹരി ബാക്കിയാകും. മിനിസിനൈ അഷറ, 12 നിന്ന് സലാസത്തു അർബാഇഹി, അതിന്റെ 1/4 ലിൽ ബിൻതി, മകൾക്കാണ്. ഒരു ഓഹരിയാണ് ബാക്കിയുള്ളത്. ആ ഒരു ഓഹരിയെ ഇനിയും 4 ഓഹരിയാക്കണം. അപ്പോൾ 4 4/1 ഉണ്ടാവും. അതിൽ 3, അതായത് 4/ൽ 3 ലിൽ ബിൻതി, മകൾക്കാണ്. ബാക്കിയുള്ള 1 ലക്ഷം രൂപയിൽ നിന്ന് 75,000 രൂപ രണ്ടാമതായി മകൾക്ക് കൊടുക്കണം. വറുബുഹു, അതിന്റെ 4/1 ലിൽ ഉമ്മി, ഉമ്മക്കാണ്. ഒരു ഓഹരിയാണ് ബാക്കിയുള്ളത്, 1 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. അതിന്റെ 4/1 25,000 രൂപ. ആ 25,000 രൂപ ഉമ്മക്ക് കൊടുക്കണം, ഉമ്മക്ക് രണ്ടാമതായി കൊടുക്കണം. അപ്പോൾ മകൾക്ക് ആദ്യം കിട്ടിയ 6 ലക്ഷവും രണ്ടാമതായി കിട്ടിയ 75,000വും കൂട്ടിയാൽ മകൾക്ക് ആകെ 6,70,75,000 രൂപയായി. ഉമ്മക്ക് ആദ്യം കൊടുത്തത് 2 ലക്ഷം രൂപയാണ്. പിന്നെ 25,000 കൊടുത്തു. അപ്പോൾ ഉമ്മക്ക് ആകെ 2,25,000. അപ്പോൾ ഭർത്താവിന് രണ്ടാമതായി കൊടുത്തിട്ടില്ലല്ലോ. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഓയിരി സൗജൈനീന്ന്. അത് വിശദീകരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഭർത്താവ് അനന്തരാവകാശിയായി വരുന്ന മസ്അലയിൽ ആ ഭർത്താവിന് രണ്ടാമത് കൊടുക്കുകയില്ല. ഭാര്യ അനന്തരാവകാശിനിയായി വരുന്ന മസ്അലയിൽ ഭാര്യയ്ക്ക് രണ്ടാമതായി കൊടുക്കുകയില്ല. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും 1 പ്രാവശ്യമേ കൊടുക്കുകയുള്ളൂ.
എന്നാൽ മകൾക്ക് രണ്ടാമതായി കൊടുക്കും, ഉമ്മക്ക് രണ്ടാമതായി കൊടുക്കും. മകൾക്കും ഉമ്മക്കും രണ്ടാമത് കൊടുത്തു, ഭർത്താവിന് രണ്ടാമത് കൊടുക്കുന്നില്ല. ബാക്കിയുള്ളത് ഒരു ഓഹരി, അതിനെ 4 ഓഹരിയാക്കി. 4-ൽ 3 മകൾക്കും 4-ൽ 1 ഉമ്മക്കും. ലിഅന്ന സിഹാമഹുമാ സമാനിയത്തുൻ, കാരണം തീർച്ചയായും അവരുടെ ഓഹരികൾ 8 12 ഓഹരികളിൽ നിന്ന് മകൾക്ക് പകുതി കൊടുത്തു, അതായത് 6 ഓഹരി കൊടുത്തു. ഉമ്മക്ക് 6-ൽ 1 കൊടുത്തു, അതായത് 2 ഓഹരി കൊടുത്തു. മകൾക്ക് കൊടുത്ത 6-ഉം ഉമ്മക്ക് കൊടുത്ത 2-ഉം കൂട്ടിയാൽ 8. അതാണ് പറഞ്ഞത് സമാനിയത്തുൻ 8. സലാസത്തു അർബഇഹാ ലിൽ ബിൻതി, അതിന്റെ 4-ൽ 3 മകൾക്കാണ്. വറുബഉഹാ ലിൽ ഉമ്മി, അതിന്റെ 4-ൽ 1 ഉമ്മക്കുമാണ്. ഫതസിഹുൽ മസ്അലതു, അപ്പോൾ മസ്അല ശരിയാകും. മിൻ സമാനിയത്തിൻ വ അർബഈന, 48-ൽ നിന്ന്. 48 ഓഹരി വെച്ചാൽ ചില്ലറ വരികയില്ല, ചില്ലറ വരാതെ കൊടുക്കാൻ കഴിയും. ഇനി 48 ഓഹരി വെക്കാം. അപ്പോൾ ചിലര് ചിന്തിക്കുന്നുണ്ടാവും, 48 ഓഹരി വെക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഓഹരികൾ കൂടുതലുണ്ട് എന്നുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയാലും പിന്നീട് അത് എളുപ്പമാകും. ആകെ സ്വത്തിന് 48 ഓഹരി വെക്കുക. മകൾ, ഉമ്മ, ഭർത്താവ് എന്നിവരുള്ള മസ്അലയിൽ 48 ഓഹരി വെക്കുക. എന്നിട്ട് മകൾക്ക് പകുതി കൊടുക്കണല്ലോ. 48 ഹരിക്കണം 2, 24. മകൾക്ക് 24 കൊടുക്കുക. ഉമ്മക്ക് 6-ൽ 1 കൊടുക്കണം. 48 ഹരിക്കണം 6 സമം 8. ഉമ്മക്ക് 8 കൊടുക്കുക. ഭർത്താവിന് 4-ൽ 1 കൊടുക്കേണ്ടത്. 48 ഹരിക്കണം 4, 12. ഭർത്താവിന് 12 കൊടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കണക്ക് പറഞ്ഞു തരാം. അനന്തര സ്വത്ത് 48 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 48 ഓഹരിയാക്കാനാണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കണക്ക് കൂട്ടാനും മനക്കണക്ക് കൂട്ടാൻ എളുപ്പത്തിനാണ് ഞാൻ 48 ലക്ഷം എന്ന ഉദാഹരണം എടുത്തത്. ആ ഉദാഹരണം ആയതുകൊണ്ട് നിങ്ങൾക്ക് മനക്കണക്ക് കൂട്ടാൻ എളുപ്പമാകും, വേഗം മസ്അല മനസ്സിലാവും. എന്നാൽ ഒരു വിഷയം വരുമ്പോ അവിടെ അനന്തരസ്വത്ത് എത്രയാണെങ്കിലും ശരി, മകൾ, ഉമ്മ, ഭർത്താവ് എന്നിവർ വരുന്ന മസ്അലയിൽ ആ അനന്തരസ്വത്ത് എത്രയാണെങ്കിലും 48 ലക്ഷം ആക്കണം. 48 ഓഹരി ആക്കണം. 48 ലക്ഷമല്ല, 48 ഓഹരി ആക്കണം. 48 ഓഹരി ആക്കണം. പല മാർഗങ്ങളുണ്ട്, അതിൽ ഒരു മാർഗമാണ് 48 ഓഹരി ആക്കുക എന്നുള്ളത്. ഇനി ഇഖ്തിസാറില്ലേ, ഒരു ചുരുക്ക രൂപല്ലേ ഉണ്ട്, അത് ശേഷം പറയാം. അനന്തര സ്വത്ത് എത്രയാണെങ്കിലും 48 ഓഹരി വെക്കുക. നമ്മൾ ഒരു ഉദാഹരണം എടുത്തത് 48 ലക്ഷം രൂപ എന്നാണ്. അനന്തര സ്വത്ത് 48 ലക്ഷം രൂപയാണ്. 48 ലക്ഷം ഹരിക്കണം 2, 24 ലക്ഷം. അപ്പൊ 24 ലക്ഷം മകൾക്ക് കൊടുക്കണം. ഇനി ഉമ്മക്ക് 6-ൽ 1 കൊടുക്കണം.
48 ലക്ഷം ഹരിക്കണം 6, 8 ലക്ഷം. 8 ലക്ഷം ഉമ്മക്കും കൊടുക്കണം, ഭർത്താവിന് 4 കൊടുക്കണം. 48 ലക്ഷം ഹരിക്കണം 4, 12 ലക്ഷം. ഭർത്താവിന് 12 ലക്ഷം കൊടുക്കണം. അപ്പോൾ 48 ലക്ഷത്തിൽ നിന്ന് മകൾക്ക് 24 ലക്ഷവും ഉമ്മക്ക് 8 ലക്ഷവും ഭർത്താവിന് 12 ലക്ഷവും കൊടുത്തു. ആകെ 44 ലക്ഷം കൊടുത്തു. ഇനി 4 ലക്ഷം ബാക്കിയുണ്ട്. എന്താ ചെയ്യേണ്ടത്? 4 ലക്ഷത്തെ 4 ഓഹരിയാക്കുക. അപ്പോൾ ഓരോ ഓഹരിയിലും ഓരോ ലക്ഷം ഉണ്ടാവും. 4ൽ 3 മകൾക്ക് കൊടുക്കുക. അപ്പോൾ 3 ലക്ഷം മകൾക്ക് കൊടുക്കുക. മകൾക്ക് നേരത്തെ 24 ലക്ഷം കൊടുത്തിട്ടുണ്ട്. മകൾക്ക് ഇനി 3 ലക്ഷവും കൂടി കൊടുക്കണം. അപ്പോൾ മകൾക്ക് ആകെ 27 ലക്ഷം. ഉമ്മക്ക് നേരത്തെ 8 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഉമ്മക്ക് ഇനി 1 ലക്ഷവും കൂടി കൊടുക്കണം. അപ്പോൾ ഉമ്മക്ക് ആകെ 9 ലക്ഷം. ഭർത്താവിന് രണ്ടാമതായി കൊടുക്കുകയില്ല. ഒന്നുകൂടി പറയാം. മകൾക്ക് ആദ്യം 24 ലക്ഷം കൊടുത്തു, പിന്നെ 3 ലക്ഷവും കൊടുത്തു. ആകെ മകൾക്ക് 27 ലക്ഷം കൊടുത്തു. ഉമ്മക്ക് ആദ്യം 8 ലക്ഷം കൊടുത്തു, പിന്നെ 1 ലക്ഷം കൊടുത്തു. ഉമ്മക്ക് ആകെ 9 ലക്ഷം കൊടുത്തു. ഭർത്താവിന് 1 പ്രാവശ്യം മാത്രമേ കൊടുക്കുള്ളൂ. ഭർത്താവിന് 12 ലക്ഷം കൊടുത്തു. 48 ലക്ഷം കൊടുത്തു കഴിഞ്ഞു. അനന്തരസ്വത്ത് ഓഹരി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇഖ്തിസാർ പറയാം. ഒരു എളുപ്പ വഴിയാണ്. അത് മടങ്ങും, ആ മസ്അല മടങ്ങും. ബിൽ ഇഖ്തിസാരി, ചുരുക്കൽ കൊണ്ട്. ഇലാ 16, 16ലേക്ക്. 16 ഓഹരിയാക്കുക. മകൾ, ഉമ്മ, ഭർത്താവ് എന്നിവരാണ് അനന്തരാവകാശികളെങ്കിൽ ഭർത്താവിന് 1 പ്രാവശ്യം കൊടുക്കുള്ളൂ. മകൾക്കും ഉമ്മക്കും 2 പ്രാവശ്യം കൊടുക്കേണ്ടി വരും. ഈ മസ്അലയിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആദ്യം തന്നെ അത് കണക്കാക്കിയിട്ട് ഓരോരുത്തരും അർഹിക്കുന്ന ഓരോരുത്തർ കൊടുക്കുക. അതെങ്ങനെ? അനന്തര സ്വത്ത് എത്രയാണെങ്കിലും ശരി, അത് 48 ലക്ഷം ആണെങ്കിലും 1 കോടിയാണെങ്കിലും എത്രയാണെങ്കിലും ശരി, ആ അനന്തര സ്വത്തിനെ കൃത്യം 16 ഓഹരിയാക്കുക. അതാണ് അവിടെ പറഞ്ഞത്. അത് മടങ്ങും ബിൽ ഇഖ്തിസാരി, ചുരുക്കൽ കൊണ്ട്. ഇലാ 16, 16ലേക്ക്. ലിസ്സൗജി, ഭർത്താവിനുണ്ട് 4. അനന്തര സ്വത്തിനെ കൃത്യം 16 ഓഹരിയാക്കിയിട്ട് ആ 16 ഓഹരികളിൽ നിന്ന് 4 ഓഹരി ഭർത്താവിന് കൊടുക്കുക. വലിൽ ബിൻതി 9, മകൾക്ക് 9 ഉണ്ട്. 16 ഓഹരികളിൽ നിന്ന് 9 ഓഹരി മകൾക്ക് കൊടുക്കുക. വലിൽ ഉമ്മി 3, ഉമ്മക്ക് 3 ഉണ്ട്. 16 ഓഹരികളിൽ നിന്ന് 3 ഓഹരി ഉമ്മക്കും കൊടുക്കുക. വളരെ പെട്ടെന്ന് പണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇഖ്തിസാർ എന്ന് പറഞ്ഞത്. ചുരുക്കമാണ്, വളരെ എളുപ്പത്തിൽ കൊടുക്കാനുള്ള മാർഗമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മുഗ്നിൽ മുഹ്താജിൽ നിന്ന് അല്പം വിശദീകരണങ്ങൾ പറയാം. ബിൻ നിസ്ബത്തി എന്നതിന്റെ ശറഹിൽ ലിസിഹാമി മൻ യുറദ്ദു അലൈഹി ത്വലബൻ ലിൽ അദ്ലി ഫീഹിം ഫഇൻ കാന സിൻഫൻ വാഹിദൻ. ഇനി അത് ഒരു സിൻഫ് ആയാൽ കൽ ബിൻതി, മകൾ പോലെ, മകൾ മാത്രമാണ്. വൽ ഉഖ്തി, സഹോദരിയെ പോലെയും അല്ലെങ്കിൽ സഹോദരി മാത്രമാണ്. അഖദ, എന്നാൽ അയാൾ പിടിക്കും, ആ ഒരു സിൻഫ് പിടിക്കും. മകളാണെങ്കിൽ മകൾ പിടിക്കും, സഹോദരിയാണെങ്കിൽ സഹോദരി പിടിക്കും. അൽ ഫർള, നിശ്ചിത ഓഹരിയെ. വൽ ബാഖിയ, ബാക്കിയുള്ളതിനെയും പിടിക്കും. ബിർ റദ്ദി, മടക്കൽ കൊണ്ട് ബാക്കിയുള്ളത് പിടിക്കും. ഔ ജമാഅത്തൻ,
അല്ലെങ്കിൽ ഒരു സംഘമായാൽ മിൻ സ്വിൻഫിൻ, ഒരു സ്വിൻഫിൽ നിന്ന്, കൽ ബനാത്തി പെൺമക്കളെ പോലെ, ഫൽ ബാക്കി എന്നാൽ ബാക്കിയുള്ളവ ലഹും അവർക്കാണ്. ഇവിടെ ലഹുന്ന എന്നല്ലേ വേണ്ടത്? ലഹുന്ന എന്നാണ് ഏറ്റവും നല്ലത്. ബിസബിയത്തി സമമായി, അവർക്ക് എല്ലാവർക്കും സമമായി കൊടുക്കണം. ഔ സ്വിൻഫൈനി അല്ലെങ്കിൽ രണ്ട് സ്വിൻഫ് ആയാൽ, അക്സറ അല്ലെങ്കിൽ രണ്ടിനേക്കാൾ കൂടുതൽ സ്വിൻഫുകൾ ആയാൽ, റുദ്ദൽ ബാക്കി ബാക്കിയുള്ളതിനെ മടക്കപ്പെടണം, അലൈഹിം അവരുടെ മേൽ ബി ഖദ്രി സിഹാമിഹിം അവരുടെ ഓഹരികളുടെ കണക്കനുസരിച്ച്. ഫഫി ബിൻതിൻ വ ഉമ്മിൻ അപ്പോൾ മകൾ, ഉമ്മ എന്നിവരിൽ യബ്ഖാ ബഅദ ഇഖ്റാജി ഫർളൈഹിമാ അവരുടെ നിശ്ചിത ഓഹരികൾ പുറപ്പെടുവിച്ചതിന് ശേഷം ബാക്കിയാകും സഹ്മാനി രണ്ട് ഓഹരികൾ, മിൻ സിത്തത്തിൻ ആറിൽ നിന്ന് രണ്ട് ഓഹരികൾ ബാക്കിയാകും. ലിൽ ഉമ്മി റുബുഹുമാ ഉമ്മക്ക് അവയുടെ നാലിലൊന്നുണ്ട്. നിസ്ഫു സഹ്മിൻ അതായത് ഒരു ഓഹരിയുടെ പകുതിയുണ്ട്. വലിൽ ബിൻതി മകൾക്കുണ്ട് സലാസത്തു അർബാഇഹിമ അവയുടെ നാലിലൊന്നുകളിൽ മൂന്ന്. ചുരുക്കി പറയുകയാണെങ്കിൽ അവയുടെ നാലിൽ മൂന്ന് മകൾക്കുണ്ട്. ഫതസിഹുൽ മസ്അലതു മിനിസ്നൈ അശറ അപ്പോൾ മസ്അല 12 നിന്ന് ശരിയാകും. ഇനുഅ്തിബറത് മഖ്റജുൻ നിസ്ഫി നിസ്ഫിന്റെ മഖ്റജ് പരിഗണിക്കപ്പെട്ടാൽ 6 ഗുണിക്കണം 2 12. വമിൻ അർബഅത്തിൻ വ ഇശ്രീന 24 നിന്ന് മസ്അല ശരിയാകും. ഇനുഅ്തിബറത് മഖ്റജുർ റുബുഇ റുബുഇന്റെ മഖ്റജ് പരിഗണിക്കപ്പെട്ടാൽ 6 ഗുണിക്കണം 4 24. വഹുവൽ മുവാഫിഖു ലിൽ ഖായിദത്തി അതാണ് ഖായിദയോട് യോജിച്ചത്. വതർജിഉ ബിൽ ഇഖ്തിസാരി അല തഖ്ദീറൈനി രണ്ട് തഖ്ദീർ പ്രകാരവും ഇഖ്തിസാർ കൊണ്ട് അത് മടങ്ങും, ആ മസ്അല മടങ്ങും. ഇല അർബഅത്തിൻ 4ലേക്ക്. ലിൽ ബിൻതി സലാസത്തുൻ മകൾക്ക് 3 ഉണ്ട്. വലിൽ ഉമ്മി വാഹിദുൻ ഉമ്മക്ക് 1 ഉണ്ട്. ഇനി മസ്അല ഉദാഹരണ സഹിതം വിശദീകരിച്ചു തരാം. മകൾ, ഉമ്മ എന്നിവർ മാത്രമാണ് അനന്തരാവകാശികൾ. മകൾക്ക് 2/1, ഉമ്മക്ക് 6/1. അനന്തര സ്വത്ത് 6 ഓഹരിയാക്കി. ഉദാഹരണത്തിന് അനന്തര സ്വത്ത് 6 ലക്ഷം രൂപയാണെന്ന് കരുതുക. ആ 6 ലക്ഷം രൂപയെ 6 ഓഹരികളാക്കി. മകൾക്ക് പകുതി കൊടുക്കണം. 6 ലക്ഷം ഹരിക്കണം 2 3 ലക്ഷം. 3 ലക്ഷം മകൾ കൊടുത്തു. ഉമ്മക്ക് 6/1 കൊടുക്കണം. 6 ലക്ഷം ഹരിക്കണം 1 6 ലക്ഷം ഹരിക്കണം 6. 6 ലക്ഷം ഹരിക്കണം 6/1 എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? 6 കൊണ്ട് ഹരിക്കണം. 6 ലക്ഷം ഹരിക്കണം 6 ഉത്തരം 1 ലക്ഷം. അപ്പൊ ഉമ്മക്ക് 1 ലക്ഷം കൊടുത്തു. അനന്തര സ്വത്ത് 6 ലക്ഷം, പകുതി അതായത് 3 ലക്ഷം മകൾ കൊടുത്തു. 6/1 അതായത് 1 ലക്ഷം ഉമ്മക്കും കൊടുത്തു. ആകെ കൊടുത്ത് 4 ലക്ഷം. ഇനി 2 ലക്ഷം ബാക്കിയുണ്ട്. അതാണ് പറഞ്ഞത് യബ്ഖാ ബാക്കിയാകും ബഅദ ഇഖ്റാജി ഫർളൈഹിമാ അവരുടെ നിശ്ചിത ഓഹരികൾ പുറപ്പെടുവിച്ചതിനു ശേഷം സഹ്മാനി 2 ഓഹരികൾ ബാക്കിയാകും. 6 ഓഹരികളാണ് വെച്ചത്. അതിൽ 4 ഓഹരികളെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ. 2 ഓഹരികൾ ബാക്കിയായി. മീൻ സിത്തത്തിൻ 6 നിന്ന് 6 ഓഹരികളിൽ നിന്ന് 2 ഓഹരി ബാക്കിയായി. അപ്പോ ലിൽ ഉമ്മി ഉമ്മക്കുണ്ട് റുബുഹുമാ അവയുടെ 4/1. അപ്പോൾ 1/2 ലക്ഷം ഉമ്മക്ക് കൊടുക്കണം.
നേരത്തെ ഉമ്മക്ക് 1 ലക്ഷം കൊടുത്തു, ഇപ്പോൾ 1/2 ലക്ഷവും കൊടുത്തു. അപ്പോൾ ഉമ്മക്ക് ആകെ 1.5 ലക്ഷം കൊടുത്തു. അവയുടെ 4/1 എത്ര? നിസ്ഫു സഹ്മിൻ, ഒരു ഓഹരിയുടെ പകുതി, അതാണ് 1/2 ലക്ഷം. വലിൽ ബിൻതി, മകൾക്കുണ്ട് സലാസു അർബഇഹിമ, അവയുടെ 4/3. 2 ലക്ഷമാണല്ലോ ബാക്കി ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1/2 ലക്ഷം ഉമ്മക്ക് കൊടുത്തു. ഇനി 1.5 ലക്ഷം ബാക്കിയുണ്ട്. ആ 1.5 ലക്ഷം മകൾക്കും കൊടുത്തു. അപ്പോൾ മകൾക്ക് ആദ്യം 3 ലക്ഷം കൊടുത്തു, പിന്നെ 1.5 ലക്ഷം കൊടുത്തു. മകൾക്ക് ആകെ 4.5 ലക്ഷം കൊടുത്തു. ഉമ്മക്ക് ആദ്യം 1 ലക്ഷം കൊടുത്തു, പിന്നെ 1/2 ലക്ഷം കൊടുത്തു. ഉമ്മക്ക് ആകെ 1.5 ലക്ഷം കൊടുത്തു. മകൾക്ക് ആകെ 4.5 ലക്ഷം, ഉമ്മക്ക് ആകെ 1.5 ലക്ഷം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 6 ലക്ഷം ഫുള്ള് കൊടുത്തു കഴിഞ്ഞു. ഇനി ഫതസിഹുൽ മസ്അലതു മിൻ 12 ഇൻ ഉഅ്തിബറത് മഖ്റജുൻ നിസ്ഫി എന്ന് പറഞ്ഞല്ലോ. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇനി 12 ഓഹരി ആക്കിയാൽ 12 ഓഹരി വെച്ചാൽ ഇതേപോലെ തന്നെ 2 ഓഹരി ബാക്കിയുണ്ടാവും. പക്ഷേ ആ 2 ഓഹരി എത്ര ആയിരിക്കും? 4 ലക്ഷം ആയിരിക്കും. അപ്പോ മകൾക്ക് ആദ്യം 6 ലക്ഷം കൊടുത്തു. ഉമ്മക്ക് ആദ്യം 2 ലക്ഷം കൊടുത്തു. മകൾക്ക് രണ്ടാമത് 3 ലക്ഷം കൊടുത്തു. ഉമ്മക്ക് രണ്ടാമത് 1 ലക്ഷം കൊടുത്തു. അപ്പോൾ മകൾക്ക് ആകെ 9 ലക്ഷം, ഉമ്മക്ക് ആകെ 3 ലക്ഷം, അങ്ങനെ 12 ലക്ഷം. 12 ഓഹരിയാക്കുന്ന മസാലയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കണക്കൂട്ടാൻ എളുപ്പത്തിന് 12 ലക്ഷം രൂപ എന്നൊരു ഉദാഹരണം എടുത്തതാണ്. അനന്തരസ്വത്ത് 12 ലക്ഷം രൂപ. മകൾ, ഉമ്മ എന്നിവരാണ് അനന്തരാശികൾ. മകൾക്ക് പകുതി കൊടുക്കണം. അപ്പോൾ 12 ലക്ഷത്തിന്റെ പകുതി 6 ലക്ഷം മകൾക്ക് കൊടുത്തു. ഉമ്മക്ക് 1/6 കൊടുക്കണം. ഉമ്മക്ക് 1/6 2 ലക്ഷം കൊടുത്തു. ഇനി 4 ലക്ഷം ബാക്കിയുണ്ട്. ആ 4 ലക്ഷം 2 ഓഹരിയാണ്. 2 ഓഹരി ബാക്കിയുണ്ട്. ആ 2 ഓഹരിയെ ഇനിയും 4 ഓഹരിയാക്കണം. 2 ഓഹരിയാണെങ്കിലും അത് എത്ര രൂപയാണ്? 4 ലക്ഷം രൂപയാണ്. ഈ 4 ലക്ഷം രൂപയെ 4 ഓഹരിയാക്കാൻ എളുപ്പമാണ്. അതിനുവേണ്ടിയാണ്, ഈ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ 12 ഓഹരി ആക്കിയത് തന്നെ. അങ്ങനെ ഈ 4 ഓഹരികളിൽ നിന്ന് 3 ഓഹരി, അതായത് 3 ലക്ഷം രണ്ടാമതായി മകൾ കൊടുത്തു. 1 ലക്ഷം, അതായത് ബാക്കിയുള്ള 4 ഓഹരികളിൽ നിന്ന്, ബാക്കിയുള്ള 4 ലക്ഷത്തിൽ നിന്ന് 4/1 1 ലക്ഷം രണ്ടാമതായി ഉമ്മ കൊടുത്തു. അപ്പോൾ മകൾക്ക് ആകെ 9 ലക്ഷം, ഉമ്മക്ക് ആകെ 3 ലക്ഷം. 12 ലക്ഷമാണ് അനന്തരസ്വത്ത് ഉണ്ടായിരുന്നത്, മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് മനക്കണക്ക് കൂട്ടാൻ പറ്റിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നാലും ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനക്കണക്ക് കൂട്ടാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ സബക്ക് ആവർത്തിച്ച് കേട്ടിട്ട്, അത് കേൾക്കുന്ന സമയത്ത് ഒരു നോട്ട് ബുക്ക് മുന്നിൽ വെക്കണം. എന്നിട്ട് കിതാബ് മറിച്ച് വെക്കുക. ഞാൻ വായിച്ച അർത്ഥം വെക്കുമ്പോൾ ഇബാറത്ത് നന്നായി ശ്രദ്ധിക്കുക. എന്നിട്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ
അത് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അങ്ങനെ കണക്ക് ചെയ്തു നോക്കുക. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ശരിക്ക് ബോധ്യപ്പെടും. നേരത്തെ മിൻഹാജു ത്വാലിബീനിൽ നിന്ന് ഞാൻ വായിച്ച ഇബാറത്ത്, അതിൻ്റെ വിശദീകരണമായി നിഹായത്തുൽ മുഹ്താജിൽ നിന്നും മുഗ്നിൽ മുഹ്താജിൽ നിന്നും പിന്നീട് ഞാൻ വായിച്ച ഇബാറത്തുകളും നന്നായി മനസ്സിലാക്കാനും നിഹായത്തുൽ മുഹ്താജിലും മുഗ്നിൽ മുഹ്താജിലും പറഞ്ഞ ഉദാഹരണങ്ങൾ നന്നായി മനസ്സിലാക്കാനും സാധിക്കും. ശരിക്ക് കണക്ക് ചെയ്ത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ആ രൂപത്തിൽ കണക്ക് ചെയ്ത് പഠിക്കണം. എന്നാലേ ശരിക്ക് നിങ്ങൾക്ക് ഭാവിയിൽ ഓഹരി ചെയ്ത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആ രൂപത്തിൽ എല്ലാവരും ചെയ്ത് പഠിക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൃത്യമായി എല്ലാം മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.